ആ വായി നോക്കി എവിടെയാണോ? നിങ്ങളുടെ മോന് വേണ്ടിയല്ല. അല്ല, ഞാൻ ബാച്ചിലറാ. അപ്പൊ പിന്നെ ഞങ്ങളെ തറവാട്ടില് 3 കുട്ടികളെ വീതം ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാ. തെണ്ടി അവിടെ ഒന്ന് വളയ്ക്കുക. വളച്ചത് മതി. ചെന്ന് കട തുറക്ക്. അല്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കട ആരും ഓർക്കും? ചെല്ലട വേഗം. ഞാൻ അങ്ങക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലട വേഗം. ചെല്ലത്തിൽ ഇടപെടും. ഞാൻ ഇനിയും വരും. കൊടുത്തു തുടങ്ങിയല്ലോ അല്ലേ? ഇല്ല ഇല്ല അല്ലേ? ഇതുവരെ കൊടുത്തിട്ടില്ല. വെളുപ്പിനെ വന്ന് നിന്നതാ. ഇനി എപ്പോ കൊടുക്കോ? ഒന്ന് പിടിച്ച്. അയ്യോ, എന്ത് പറ്റി? കുറച്ച് വെള്ളം കൊണ്ടുവരും. ഒന്ന് പിടിച്ചേ. ഓട്ടോ എടുക്ക. ചേട്ടാ, അത് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വന്നിട്ടോ. അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. വാങ്ങിക്കോ എന്റെ കയ്യിന്ന്. അവന്റെ ഒരു അച്ഛൻ, എന്റെ ഒരു തലവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം, ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാർ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കുറെ എണ്ണം. കൊള്ളാം. മുലാളി, എന്തെങ്കിലും താക്കോല് തരാൻ വന്നതാ. എന്റെ കാര്യം പോട്ടെ. ഓർത്തോ? ഞാൻ നാളെ വരെ ലേറ്റ് ആവും. ഞാൻ നാളെ പീടിയിൽ കാര്യം കൂടി വെക്കേണ്ടി വരുമോ? ഇത്രയും നേരം ഞാൻ വായിട്ട് അലച്ചിട്ടും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ മനുഷ്യൻ നിങ്ങൾക്ക്. ഷഫീക്ക് താക്കോല് തരാൻ വന്നാ മോളൂ. അതിനെന്താ ഞാൻ തലയും കുത്തി നിൽക്കണോ? നിങ്ങൾ ആയുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടെ. അതോ വെട്ടൂടി കണ്ട് കഴിച്ചിട്ടേ. ഇവിടെ വീട് തല്ലി പൊളിക്കുന്നത് തോന്നണം. മോന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ ദൈവമേ. അവൻക്ക് ഇവിടെ ആരെങ്കിലും പനി പിടിച്ച് ചാവാൻ കിടന്നാ സ്വന്തം കടയിലെ സാമ്പിൾ മരുന്ന് കൊണ്ടുതരും. കാണാനില്ലല്ലോ. ആ, ഇനി അതിന്റെ അകത്തേക്ക് കയറി നോക്ക്. നിധി വല്ലതും കിട്ടിയാലോ? മോന്റെ അഡ്മിഷന് ഡൊണേഷൻ ആയി കൊടുക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. ആരോട് പറയാനാ? നിങ്ങളിപ്പോ എത്തി? നിധി വല്ലതും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോ വന്നതാ. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അല്ല, എന്താ ഈ സമയത്ത്? കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് വന്ന് അറിയിക്കാന്ന് വിചാരിച്ചു വന്നതാ. ഇന്ന് ഫോൺ കൊടുത്ത സ്കൂളിനെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. രാവിലെ അവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നോ? ആരോ ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. ഏതായാലും ഫോം വിതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ദൈവമേ, രക്ഷപ്പെട്ടു. ഞാനും. നിങ്ങൾ ഇരിക്കേ, കഴിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞോടനെ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചേ ഉള്ളൂ. പോട്ടെ, ഞാനൊന്ന് തഴവരെ പോട്ടെ. ദൈവമേ, നിങ്ങൾ നടന്നോ, ഞാൻ ഇപ്പം വരാം. പ്രിയ, എന്ത് പറ്റി പവിത്രേട്ടാ? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പ്രിയ അരവിന്ദൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അച്ഛൻ അരവിന്ദേട്ട കുട്ടിയായിരുന്നു ഇപ്പൊ മരിച്ചതല്ലേ? അരവിന്ദ് അന്ന് 8ാം ക്ലാസ്സിലായിരുന്നു. നല്ല ആരോഗ്യം ഗ്ലാമറും ഒക്കെ ആയിരുന്നു അരവിന്ദൻ്റെ അച്ഛന്. പുള്ളി ഞങ്ങളുടെ ഒരു ഹീറോ ആയിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം വഴി കുഴഞ്ഞു വീണ അവൻ്റെ അച്ഛൻ മരിച്ചത്. പട്ടാപ്പകലായിരുന്നു. എത്തിക്കാൻ താമസിച്ചു എന്നാ ഡോക്ടർമാർ പറഞ്ഞു. എന്തോ അന്നാർക്കും സഹായിക്കാൻ മനസ്സ് തോന്നിയില്ല. വരട്ടെ.